കനാൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിറ്റിങ്ങിൽ റൂട്ട് കനാൽ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് സിറ്റിങ്ങിൽ റൂട്ട് കനാൽ ചെയ്യുന്ന ആളുകളുണ്ട്. എന്താണ് ഈ സിംഗിൾ സിറ്റിങ്ങിലും ഒരുപാട് സിറ്റിങ്ങിലും ഡിഫറൻസ് എന്താണ്? ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിംഗിൾ സിറ്റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒരു 100 വർഷം മുമ്പ്. എന്തെങ്കിലും കാരണവശാൽ ഈ മാരോ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പല്ലിനെ അവിടെ തന്നെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാരോ എടുത്ത് കളയുക എന്നുള്ളതാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ എടുത്ത് റൂട്ട് കനാൽ ചെയ്യുന്നതും കൾച്ചർ എടുക്കാതെ ചെയ്യുന്നതിനും തമ്മിൽ റിസൾട്ടിൽ വ്യത്യാസം ഇല്ല എന്നുള്ളത് റിസർച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായി. അപ്പോൾ പിന്നെ ഇതിനാണ് മൾട്ടിപ്പിൾ സിറ്റിംഗ് ചെയ്യേണ്ട കാര്യം. സിംഗിൾ സിറ്റിംഗ് ചെയ്താൽ എക്സ്റേ കണ്ടപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ തുറന്നു നോക്കിയപ്പോഴും അതിൽ ഫീലിംഗ് എല്ലാം നല്ലതാണ്. പക്ഷേ സ്റ്റിൽ പേഷ്യൻറ്റ് ഹാവ് എ കംപ്ലൈൻറ്റ്. ഓക്കെ, ആ സാഹചര്യത്തിൽ ഞാൻ മൾട്ടിപ്പിൾ വിസിറ്റ് ചെയ്യും വിത്തൗട്ട് എനി ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ഞാൻ ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. കാരണം എന്താ അറിയാമോ, ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഞാൻ കാരണം തൽക്കാലം ശാന്തി കിട്ടും, പിന്നെ എനിക്ക് പേഷ്യൻ്റെ എന്നുള്ള ഫീഡ്ബാക്ക് കിട്ടില്ല. നമുക്ക് പല്ലിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ പല്ലിൻ്റെ അവിടെ സിസ്റ്റുകൾ കാണപ്പെടും, അല്ലെങ്കിൽ റൂട്ട് കനാലിൻ്റെ കൂടെ സർജറിയും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നല്ല ഫീലിംഗ് എല്ലാം നല്ല തിക്കായിട്ട് കണ്ടൻസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റ് പതുക്കെ റിഗ്രസ് ചെയ്ത് വരും. ഫോളോ അപ്പ് ചെയ്യുന്ന ഹൺഡ്രഡ്സ് ഓഫ് കേസസ് ഉണ്ട് വിച്ച് ഷോസ് ദാറ്റ് ഈ സിസ്റ്റ് തനിയെ തന്നെ മാറും. നമുക്ക് ഇംപ്ലാൻസ് ഉണ്ട്. നേരത്തെ ഡോക്ടർ യൂസ് ചെയ്തൊരു ടേമാണ് ഇമ്മീഡിയറ്റ് ഡെൻ്റൽ ഇംപ്ലാൻസ് എന്ന് പറഞ്ഞിട്ട്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു 3 പല്ലുണ്ടായിരുന്നു, ഒരു പല്ല് എടുത്തു കളഞ്ഞു. അപ്പോൾ എടുത്തു കളഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ പല്ല് പതുക്കെ അങ്ങോട്ട് ചരിയും, മേളത്തെ പല്ല് താഴോട്ടിറങ്ങി വരും. ഓക്കെ, പല്ല് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ. വായ്നാറ്റം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഡെയിലി 2 നേരം പല്ല് തേക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ വായ്നാറ്റം ഉണ്ട്. മൂക്കിൻ്റെ ബ്ലോക്ക്, പിന്നെ ടോൺസിൽസ് ഇൻഫ്ലെയിംഡ് ആണെന്നുണ്ടെങ്കിൽ ആ കഫം കെട്ടിയിരിക്കുമ്പോഴത്തേക്കും ആ മാറ്റം ഉണ്ടാവും. ഇനി ഇതിനേക്കാൾ എല്ലാം വേറൊരു കാര്യം കൂടി ഉണ്ട്, ഡയബറ്റിസ്. ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിറ്റിങ്ങിൽ റൂട്ട് കനാൽ ചെയ്യുന്നവരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സിറ്റിങ്ങിൽ റൂട്ട് കനാൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ റൂട്ട് കനാൽ സിംഗിൾ സിറ്റിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരമല്ലേ പേഷ്യൻസിനായാലും ഡോക്ടേഴ്സിനായാലും? കുറച്ചുകൂടി സമയം ലാഭം കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ അറിഞ്ഞത് ഡോക്ടർ സിംഗിൾ സിറ്റിങ്ങിലാണ് റൂട്ട് കനാൽ ചെയ്യുന്നത് എന്നാണ്. എന്താണ് ഈ സിംഗിൾ സിറ്റിങ്ങിലും ഒരുപാട് സിറ്റിങ്ങിലും ഡിഫറൻസ് എന്താണ്? ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് സിംഗിൾ സിറ്റിംഗ് ചെയ്തതെന്നുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ആദ്യം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഹിസ്റ്ററിയിലോട്ട് പോകണം. ഓക്കെ, ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിംഗിൾ സിറ്റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒരു 100 വർഷം മുമ്പ്, എബോ 100 years ബാക്ക് സിംഗിൾ സിറ്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൂട്ട് കനാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ അല്ലെങ്കിൽ മട്ടൻ്റെ എല്ലൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊരു മജ്ജ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ മുള്ളുണ്ടല്ലോ, മുള്ളിൻ്റെ അകത്തൊരു മജ്ജ കാണും, ഒരു മാരോ കാണും. അതുപോലെ എല്ലാ പല്ലിനും അകത്തൊരു മാരോ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും കാരണവശാൽ ഈ മാരോ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പല്ലിനെ അവിടെ തന്നെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാരോ എടുത്ത് കളയുക എന്നുള്ളതാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാരോ എടുത്ത് കളയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹോളോ സ്പേസ് ആയി. ഈ ഹോളോ സ്പേസിൽ തിക്കായിട്ട് നല്ല കട്ടിക്ക് ഫില്ലിങ് ചെയ്ത് വെക്കണം. കാര്യം അവിടെ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ഒരു ഡെഡ് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സൈനസൊക്കെ എപ്പോഴും ഇൻഫെക്റ്റഡ് ആവുന്നതിൻ്റെ കാരണം എന്താ? അതൊരു ഡെഡ് സ്പേസ് ആണ്. അവിടെ ഡിഫൻസ് മെക്കാനിസം അധികമായിട്ടില്ല, ഉണ്ടാവാറില്ല. അതുപോലെ ദർ ഷുഡ് ബി നോ ഡെഡ് സ്പേസ് ഇൻ ദ ബോഡി. അപ്പോൾ അത് കാരണം ഈ മാരോ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീ സ്പേസിൽ എപ്പോഴും അണുക്കൾ വന്ന് വസിച്ചുകൊണ്ടിരിക്കും. ദേ വിൽ ത്രൈവ് ദർ. അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ട് ഫില്ല് ചെയ്യുക, കട്ടിക്ക് ഫില്ല്. ഇതാണ് എൻ്റെ റൂട്ട് കനാലിൻ്റെ കോൺസെപ്റ്റ്. ഈ പ്രോസസ്സ് പണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒറ്റ സിറ്റിങ്ങിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതായത് 100 വർഷം മുമ്പ് പിന്നെ ഈ അണ്ണന്മാരെല്ലാവരും കൂടി ചിന്തിക്കാൻ തുടങ്ങി, നമ്മൾ ഇതിനകത്ത് അണുക്കളുണ്ടോ ഇല്ലെന്ന് നോക്കണ്ടേ. അപ്പോൾ അണുക്കളുണ്ടോ ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് വേണ്ട അടയ്ക്കേണ്ടത് എന്ന് വിചാരിച്ച് അവർ കൾച്ചർ എടുക്കുന്ന പരിപാടി തുടങ്ങി. അതായത് ബാക്ടീരിയൽ കൾച്ചർ, വല്ല എന്തെങ്കിലും അണുക്കളുണ്ടോ ഇല്ല എന്നുള്ളത് തപ്പാനായിട്ട് തുടങ്ങി. അങ്ങനെ തപ്പണമെന്നുണ്ടെങ്കിൽ, ഇല്ലയെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 2-3 വിസിറ്റ് പോയാൽ പല്ലേ പറ്റൂ. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ഇത് സിംഗിൾ വിസിറ്റ് എന്നുള്ള മൾട്ടിപ്പിൾ വിസിറ്റിലോട്ട് പോയത്. മനസ്സിലായി. പിന്നെ റിസർച്ച് മനസ്സിലാക്കി ഇത് ഡിസിൻഫെക്റ്റഡ് ആണ്, അതായത് അതിൻ്റെ അകത്ത് അണുക്കളില്ലേ ഇല്ലാതിരിക്കുകയും ചെയ്താൽ തന്നെയും, അതായത് വെതർ കൾച്ചർ എടുത്തും കൾച്ചർ എടുക്കാതെയും ചെയ്താൽ തന്നെയും ദർ ഇസ് നോ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് റിസൾട്ടിൽ ഉണ്ടാകുന്നില്ല. അതായത് കൾച്ചർ എടുത്ത് റൂട്ട് കനാൽ ചെയ്യുന്നതും കൾച്ചർ എടുക്കാതെ ചെയ്യുന്നതിനും തമ്മിൽ റിസൾട്ടിൽ വ്യത്യാസം ഇല്ല എന്നുള്ളത് റിസർച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായി. അപ്പോൾ പിന്നെ ഇതിനാണ് മൾട്ടിപ്പിൾ സിറ്റിംഗ് ചെയ്യേണ്ട കാര്യം. സിംഗിൾ സിറ്റിംഗ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കാര്യമില്ല. അപ്പം ഡിസിൻഫെക്ഷൻ ഈസ് നോട്ട് ദ കീ ഇൻ റൂട്ട് കനാൽ, ഇൻ ദ സക്സസ് ഓഫ് റൂട്ട് കനാൽ എന്ന് അവർ പറഞ്ഞു. അതാണല്ലോ കൾച്ചറും എടുക്കാതെ ചെയ്യുന്നതിൽ റിസൾട്ടിൽ വ്യത്യാസമില്ല എന്ന് വരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഒരു ദിവസം പേഷ്യൻറ്റിനെ വിളിച്ചു വരുത്തി, നമ്മൾ റൂട്ട് കനാൽ ഓപ്പൺ ചെയ്ത് അത് വേനറ്റം വരെ ക്ലീൻ ചെയ്തു. പേഷ്യൻ്റെ ആ ഭാഗത്തുള്ള മുറിവൊക്കെ ഉണങ്ങാൻ തുടങ്ങി.
വാ മക്കളെ തിരിച്ചു വാ, വീണ്ടും തുറന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ദ ഹീലിംഗ് പ്രോസസ് വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഹാസ് ബീൻ ഇമ്പാക്ട്. വീണ്ടും വീണ്ടും കുത്തി തുടങ്ങി, വീണ്ടും അത് ഹീലിംഗ്. ഇപ്പോൾ നമുക്കൊരു മുറിവുണ്ട്, മുറിവിൽ അവിടെ പഴുത്ത്, വാ കുറച്ച് ഞാൻ ക്ലീൻ ചെയ്യാം, പൊയ്ക്കോ, നീ വീട്ടിൽ വന്ന് അടുത്ത ബാക്കി ക്ലീൻ ചെയ്യാം. വാട്ട് സയൻറ്റിഫിക് ലോജിക് ഡസൻറ്റ് ഹോൾഡ്. ഓക്കെ, മനസ്സിലായി? In my eyes it doesn't hold any logics. But there are certain circumstances where I will do a multiple sitting, but that is a retreatment case. അതായത് റീട്രീറ്റ്മെൻറ്റ് ചെയ്ത് മോശമായിട്ടുള്ള കേസസ് ഞാൻ ചില കേസിൽ, അത് എല്ലാ കേസിലും ചെയ്യത്തില്ല. അല്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില കേസിൽ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് റൂട്ട് കനാൽ ഫീലിംഗ് നല്ല റൂട്ട് കനാൽ ഫീലിംഗ്, അപ്പോൾ വേറെ ഇടത്തുനിന്ന് ചെയ്തതാണ്, നല്ല റൂട്ട് കനാൽ ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എക്സ്റേ കണ്ടപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ തുറന്ന് നോക്കിയപ്പോഴും അതിൽ ഫീലിംഗ് എല്ലാം നല്ലതാണ്. പക്ഷേ സ്റ്റിൽ പേഷ്യൻറ്റ് ഹാവ് എ കംപ്ലൈൻറ്റ്. ഓക്കെ, ആ സാഹചര്യത്തിൽ ഞാൻ മൾട്ടിപ്പിൾ വിസിറ്റ് ചെയ്യും. അല്ലാത്തുള്ള സാഹചര്യങ്ങളിൽ ആൻഡ് ഇപ്പം റീട്രീറ്റ്മെൻ്റ് ആണ് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി റൂട്ട് കനാൽ ഫീലിംഗ് മോശമാണ്, ചെയ്തത് ഇംപ്രോപ്പറാണ്. അവിടെ വേറെ ഒന്നും നോക്കാനില്ല. ആ പ്രോബ്ലം കറക്റ്റ് ചെയ്ത് കൊടുത്ത പേഷ്യൻറ്റ് വീണ്ടും വിളിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? പക്ഷേ കാരണം അറിഞ്ഞുകൂടെങ്കിൽ ഐ വിൽ ഗോ ഫോർ എ മൾട്ടിപ്പിൾ സിറ്റിംഗ് ടിൽ ദ പേഷ്യൻറ്റ് ഇസ് ഡിവോയ്ഡ് ഓഫ് എനി കംപ്ലൈൻറ്റ്, വിത്തൗട്ട് എനി ആൻറ്റിബയോട്ടിക്. കാരണം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ഞാൻ ഒരിക്കലും റീട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഞാൻ കാരണം തൽക്കാലം ശാന്തി കിട്ടും, പിന്നെ എനിക്ക് പേഷ്യൻ്റിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടില്ല. സോ ഐ വിൽ ഇൻ ദോസ് സർക്കംസ്റ്റാൻസസ് ഐ വിൽ നോട്ട് ഗിവ് എനി ആൻറ്റിബയോട്ടിക് ടു ദ പേഷ്യൻറ്റ്. ആൻറ്റിബയോട്ടിക് കൊടുക്കാതെ ട്രീറ്റ് ചെയ്താലേ അത് സോൾവ് ചെയ്താൽ മാത്രമേ എനിക്കത് ഉറപ്പുള്ളൂ ആ പേഷ്യൻറ്റ് പിന്നെ കംപ്ലയിൻറ്റ് വരില്ലെന്നുള്ളത്. യു അണ്ടർസ്റ്റാൻഡ് ദ റീസണിങ് ബിഹൈൻഡ്. പല കണ്ടീഷനിൽ പല സിറ്റുവേഷൻ അനുസരിച്ചാണ് ഞാനത് കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് നോംസ് ഇല്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ചില കേസിൽ ഞാൻ സിംഗിൾ സിറ്റിംഗ് മൾട്ടിപ്പിൾ സിറ്റിംഗ് ചെയ്യാറുണ്ട്, വളരെ അപൂർവമായിട്ട്, വെരി റെയർ. ദാറ്റ് ഈസ് വൺ തിങ്. ഇനി പിന്നെ വേറൊരു കാര്യം, പണ്ട് മൾട്ടിപ്പിൾ സിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല്, ഒരു യൂജിനോളിൻ്റെ സ്മെല്ല് കിട്ടാറുണ്ടല്ലോ, ഒരു സ്മെല്ല്, പ്രത്യേക സ്മെല്ല് ഉണ്ടാവാറുണ്ടല്ലോ പണ്ടത്തെ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ. അത് ഈ ഫോർമക്രോസോൾ യൂജിനോൾ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇവന്മാർ എന്ത് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം തുറന്നതിന് ശേഷം പഞ്ഞിൽ ഇത് മുക്കിയിട്ട് കനാലിനകത്ത് വെക്കും. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സാധനം വേപ്പറായിട്ട് പോയിട്ട് എന്നിട്ട് മേളിലങ്ങ് അടയ്ക്കും. അത് മേളിൽ റൂട്ട് കനാൽ ചെയ്തതിൻ്റെ ഓപ്പൺ ചെയ്തില്ലേ, ആ ഭാഗം അങ്ങ് അടയ്ക്കും. അപ്പോൾ ഈ പഞ്ഞി അകത്തിരുന്ന് പഞ്ഞി അതിൻ്റെ അകത്തുനിന്ന് വേപ്പേഴ്സിനെ വിട്ടുകൊണ്ടിരിക്കും. ഈ വേപ്പേഴ്സ് എല്ലാം പോയി അണുക്കളെ ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വെപ്പ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ വേപ്പർ പ്രഷർ ഓർ വേപ്പർ ഡസ് നോട്ട് ഹാവ് എനി ആൻറ്റിമൈക്രോബിയൽ എഫക്റ്റ്. പക്ഷേ ഇവൻ പണി കിട്ടും, ഇവന് ആൻറ്റിമൈക്രോബിയൽ എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഷുഡ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദ മൈക്രോബ്സ്. അതായത് ആ കനാലിനകത്ത് മൊത്തം ഫ്ലഡ് ചെയ്യണം. ഫ്ലഡ് ചെയ്താൽ പോയി അണുക്കളെ കൊല്ലും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലഡ് ചെയ്യുമ്പോഴത്തേക്കും തോന്നി ഇത് എല്ലിൻ്റെ ഈ പല്ലിൻ്റെ വേരിൻ്റെ അറ്റത്തൂടെ എല്ലോട്ട് ഇറങ്ങിപ്പോവും. സോ ഇറ്റ് ഈസ് എ സൈറ്റോടോക്സിക്സ് ആണ് സാധനം. അപ്പോൾ അതും ലോജിക്സ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ സിംഗിൾ സീറ്റിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ. അല്ല, ഇതിനൊരു സംഭവം, ഇതിനൊരു കഥയുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് പുസ്തകങ്ങൾ, ഞാൻ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലും ഫസ്റ്റ് ഇയർ PGയിലായപ്പോഴത്തേക്ക് എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർത്തു. സോ ദെൻ അപ്പോൾ എനിക്ക് ഐഡിയ ഇത് ഹിസ്റ്ററിയും ഇതൊക്കെ. അപ്പം പക്ഷേ കോളേജിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 സിറ്റിംഗ് 3 സിറ്റിംഗ് ആണെന്ന് ഇപ്പോൾ തോന്നുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഒളിച്ചും പാത്തും ആരും അറിയാതെ, സാറന്മാരൊന്നും അറിയാതെ സ്റ്റാർട്ട് ചെയ്തത് ഈ പരിപാടിയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പേഷ്യൻറ്റും ഫോൺ നമ്പറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോളോ അപ്പ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇത് വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി. അത് പേപ്പർ ഡേറ്റാസ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിരുന്നു. I found absolute no difference, and I found that post-operative complaint was minimal compared to the multiple visits. മനസ്സിലായില്ലേ? പിന്നെ ഒരിക്കൽ പിന്നെ സാറന്മാരൊക്കെ സാറന്മാർ അറിഞ്ഞ് പിന്നെ അത് ഒരു ഏകദേശം 1 വർഷം കഴിഞ്ഞാണ് സാറന്മാർ അറിഞ്ഞു. ഞാൻ ആരുടെ പറഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ജൂനിയേഴ്സിന് PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന ജൂനിയേഴ്സിന് ഐ ഓൾവേസ് യൂസ് ടു സ്ട്രോങ്ലി റെക്കമെൻഡ് ട്രൈ ദിസ്. സോ ഫ്യൂ പീപ്പിൾ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്, ആൻഡ് ദെൻ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് മച്ച്. മനസ്സിലായി? അങ്ങനെയാണത് ഭയങ്കരമായിട്ട് സ്പ്രെഡായത്. I am very happy that many people are doing multiple visit. Single visit nowadays. ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് പല്ലിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പല്ലുകൾ ഉണ്ടാവുമല്ലോ, ആ പല്ലിൻ്റെ അവിടെ സിസ്റ്റുകൾ കാണപ്പെടും. അപ്പോൾ ആ സിസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് റൂട്ട് കനാൽ മാത്രം ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ റൂട്ട് കനാലിൻ്റെ കൂടെ സർജറിയും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകത്തിലെല്ലാം എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പല്ല് ഡെഡായിട്ട് ഇൻഫെക്ഷൻ വന്ന് ഡെഡായിട്ട് അടിയിൽ സിസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പഠിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ചെയ്ത് സർജറി ചെയ്യണം. കാര്യം സിസ്റ്റ് ആയില്ലേ, അപ്പോൾ ആ സിസ്റ്റ് തനിയെ പോകില്ലല്ലോ, അപ്പോൾ സർജിക്കലി മാറ്റിയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെടുന്നത്. ബട്ട് വാട്ട് ഐ ഹാവ് സീൻ ഇസ്, ഇതിൻ്റെ കാരണക്കാരനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ, അതായത് റൂട്ട് കനാൽ കൊണ്ട് ഈ സിസ്റ്റം ഉണ്ടായതിൻ്റെ കാരണം റൂട്ട് കനാലിനകത്തായിരിക്കുന്ന ഈ സിസ്റ്റം ഉണ്ടായതിൻ്റെ കാരണം ഇവന്മാരെ എലിമിനേറ്റ് ചെയ്ത് റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പതുക്കെ
പ്രോപ്പറായിട്ട് റൂട്ട് കനാൽ ചെയ്ത് അല്ലാതെ ഇംപ്രോപ്പറായിട്ടല്ല. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫീലിംഗ് എല്ലാം നല്ല തിക്കായിട്ട് കണ്ടൻസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റ് പതുക്കെ റിഗ്രസ് ചെയ്ത് വരും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് കേസസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഹൺഡ്രഡ്സ് ഓഫ് കേസസ് ഉണ്ട് വിച്ച് ഷോസ് ദാറ്റ് ഈ സിസ്റ്റ് തനിയെ തന്നെ മാറും. സർജറി അൺനെസസറി പേഷ്യൻ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ ഫോളോ അപ്പ് ഒരു 100-200 കേസസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് സർജറി ഫോർ സിസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സർജറി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. നമുക്ക് ഇംപ്ലാൻസ് ഉണ്ട്. നേരത്തെ ഡോക്ടർ യൂസ് ചെയ്തൊരു ടേമാണ് ഇമ്മീഡിയറ്റ് ഡെൻ്റൽ ഇംപ്ലാൻസ് എന്ന് പറഞ്ഞിട്ട്. എനിക്കത് മനസ്സിലായില്ല എന്താണ് ഇമ്മീഡിയറ്റ് ഡെൻ്റൽ ഇംപ്ലാൻസ് എന്ന് പറഞ്ഞത്. ആദ്യം എന്താണ് ഇംപ്ലാൻസ് എന്നുള്ളത് പറഞ്ഞുതരാം. സാധാരണ ഇതിൽ സേ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു 3 പല്ലുണ്ടായിരുന്നു. ഒരു പല്ല് എടുത്തു കളഞ്ഞു. അപ്പോൾ എടുത്തു കളഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ പല്ല് പതുക്കെ അങ്ങോട്ട് ചരിയും, മേളത്തെ പല്ല് താഴോട്ടിറങ്ങി വരും. പല്ല് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ. അപ്പം പല്ല് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പല്ലിനിടയിൽ പോടുണ്ടാവും, സ്പേസ് ഉണ്ടാവും, ആഹാരം കയറിയിരിക്കും, പണിയാവും. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഈ പല്ലിന് മൂവ്മെൻറ്റ് നടക്കുമ്പോഴത്തേക്ക് ഈ ജോ ആണ് മൂവ് ചെയ്യിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എന്ത് പറ്റുമെന്ന് കഴിഞ്ഞാൽ പല്ലിൻ്റെ അലൈൻമെൻറ്റ് മാറുമ്പോഴത്തേക്ക് ജോയിൽ സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. പല്ലെടുത്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പല്ലെടുക്കുന്ന ഏരിയ വൈഡ് ആയിരിക്കും, അവിടെ ഒന്നും കാണത്തില്ല, എല്ല് കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഗ്രാഫ്റ്റ് ഇടും, ബോൺ ഗ്രാഫ്റ്റ് ഇടും. എന്നിട്ട് 3 മാസം 4 മാസം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പേഷ്യൻ്റ് വിളിപ്പിക്കും. എന്നിട്ട് ഇംപ്ലാന്റ് കുഴിച്ചിടും. ഇംപ്ലാന്റ് കുഴിച്ചിട്ടതിന് ശേഷം കുറച്ച് നാൾ വീണ്ടും വെയിറ്റ് ചെയ്യും, എല്ലും ഇംപ്ലാന്റുമായിട്ട് ചേരാനായിട്ട്. അതിന് ഓസ്റ്റിയോ ഇൻറ്റഗ്രേഷൻ എന്ന് പറയും. ആ ഇൻറ്റഗ്രേഷൻ കഴിയുന്നതിന് ഒരു 3-4 മാസം എടുക്കും. അങ്ങനെ ചില കേസിൽ 8 തൊട്ട് 6 തൊട്ട് 8 1 വർഷം വരെയൊക്കെ എടുക്കും അവസാനം പല്ല് വെക്കാനായിട്ട്. ഇതാണ് നോർമൽ പ്രോസസ്സ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പല്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പല്ലെടുത്ത ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്ത് നല്ല ബോൺ ഉണ്ടാവും. ആ ബോണിൽ പോയി ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യും. ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റിൻ്റെ ഡയമീറ്റർ 3 ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഹോള് ഒരു 2 മില്ലിമീറ്ററിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്തൊരു ഇറുകി പിടിച്ചിരിക്കും. ഓസിയോ ഫിക്സേഷൻ ഇൻറ്റഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, ഓസിയോ ഫിക്സേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞ് പല്ല് വെച്ചു. ഇതാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സയൻസ് അത്ര ഒരു പോപ്പുലറല്ല. ഞാനൊക്കെ ഇൻ്റർനാഷണൽ ഇംപ്ലാന്റ് ഫൗണ്ടേഷൻ ജർമ്മനി മ്യൂണിഷ് അവരുടെ ടീച്ചറാണ്, അവരുടെ മെൻറ്ററാണ്. വേർ വി എന്താ പറയുന്നത് ഇതിൻ്റെ സയൻസ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ സംസാരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ദിസ് ഇസ് ഹൗ വി ഡു ഇമ്മീഡിയറ്റ് ലോഡിങ്. ഇമ്മീഡിയറ്റ് ലോഡിങ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ആൻഡ് ഇറ്റ് ഇസ് ടോട്ടലി പെയിൻ ഫ്രീ ഓൾസോ. ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ മൗത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും പേഷ്യൻറ്റ് ചെറിയ വേദന ഉണ്ടാകത്തില്ല. വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ സാധാരണ രീതിയിൽ ഇംപ്ലാന്റ് ഇടുമ്പോഴത്തേക്ക് ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കും, രണ്ടാമത് കുറച്ചുകൂടെ ഹോൾ വലുതാക്കും, മൂന്നാമത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒറ്റ ഹോളേ ഇടുള്ളൂ. ഒറ്റ ഹോൾ ഇട്ടിട്ട് ആ ബോണിൻ്റെ റെസിസ്റ്റൻസ് മനസ്സിലാക്കും. ഈ ബോണിൻ്റെ റെസിസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് ആ റെസിസ്റ്റൻസിന് അനുയോജിച്ച ഡിസൈനും സൈസും എടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഹീറ്റഡ് അല്ല. 3-4 ഡ്രിൽ ചെയ്യുമ്പോഴത്തേക്ക് ബോൺ ഹീറ്റഡ് ആവും. ഹീറ്റഡ് ആകുമ്പോഴത്തേക്ക് നീരുണ്ടാവും. ഒറ്റ സിംഗിളിൽ ഡിസിഷൻ എടുക്കും ഏത് ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ് ഇടേണ്ടത്. സോ ദാറ്റ് ഈസ് എ സയൻസ്. സോ ഇറ്റ് വർക്ക്സ് വണ്ടേഴ്സ് ആൻഡ് പേഷ്യൻസ് ആർ സോ ഹാപ്പി. പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു കാര്യം. വായ്നാറ്റം പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. വായ്നാറ്റം കാരണം ദമ്പതികൾ ഡിവോഴ്സായി നടക്കുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് വായ്നാറ്റം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഡെയിലി 2 നേരം പല്ല് തേക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ വായ്നാറ്റം ഉണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് വായ്നാറ്റം ശരിക്കും നമ്മളുടെ ഈ മോണകളുടെ പ്രശ്നം കൊണ്ട് വായ്നാറ്റം വരുന്നത് കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനത്തെ വായ്നാറ്റമാണോ അതോ നമ്മൾ ബ്രഷ് ചെയ്യാത്ത ഉണ്ടാവുന്ന വായ്നാറ്റമാണോ എന്നെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ലോക്കൽ കോസസ്, സിസ്റ്റമിക് കോസസ്. ലോക്കൽ കോസസിന് വായിടത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കാര്യം. അത് പറഞ്ഞ പോലെ സൂര്യ പറഞ്ഞ പോലെ ഫുഡിൻ്റെ ഡെബ്രി ഇരുന്ന് അത് ഡീകമ്പോസ്ഡായി മോണയ്ക്ക് പ്രശ്നമായി വാന്നാറ്റം ഉണ്ടാവും. ഇത് ഒരു കാര്യം. ഇത് വേറൊന്നുമില്ല. ആദ്യം അഴുക്കലിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ള അഴുക്കലുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കൊണ്ട് ക്ലീൻ ചെയ്യുക, വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്താൽ സംഭവം ആ ലോക്കൽ കോസ് എല്ലാം മാറും. രണ്ടാമത് റെസ്പിറേറ്ററി ട്രാക്ട്, മൂക്കിൻ്റെ ബ്ലോക്ക് തൊട്ട് തുടങ്ങും. മൂക്കിൻ്റെ അകത്ത് നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ മ്യൂക്കസ് കളക്ഷൻ ഉണ്ടാവാം. പിന്നെ ടോൺസിൽസ്, ഇവിടുത്തെ
ടോൺസിൽസ് ഇൻഫ്ലെയിംഡ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാം. മൗത്ത് ബ്രീതിങ് ഉണ്ടെങ്കിൽ വാ ഡ്രൈ ആയി ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ക്രോണിക്കായിട്ട് നമുക്ക് ഇപ്പോൾ മൗത്ത് ബ്രീത്തിങ് ഉണ്ട്, സൈനസ് ക്രോണിക്കാണ്, അങ്ങനെയുള്ള കേസ് എപ്പോഴും റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു ഇവർക്കുണ്ടാവാം. കോൺസ്റ്റൻ്റ് ആയിട്ട് കാര്യം മ്യൂക്കസ് ഫ്ലം, ആ കഫം കെട്ടിയിരിക്കുമ്പോഴത്തേക്കും ആ മാറ്റം ഉണ്ടാവും. അതൊരു കാര്യം. സൈനസിനുണ്ടാവും. രണ്ടാമത് GI, ഈ ഡൈജഷൻ പ്രോബ്ലംസ് ഇവരുള്ള ആൾക്കാർക്ക്, GI ആസിഡിറ്റി ഉള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ റിഗജിറ്റേഷൻ ഉണ്ടായിട്ട് വാമാറ്റം ഉണ്ടാവും. ഇത് അടുത്ത കോസ്, അതായത് ലോക്കൽ കോസ്, റെസ്പിറേറ്ററി ശ്വാസത്തിനുണ്ടാകുന്ന, അതായത് റെസ്പിറേറ്ററി ട്രാക്കിലുണ്ടാകുന്ന പ്രോബ്ലം, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്കിലുണ്ടാകുന്ന പ്രോബ്ലം. ഇനി ഇതിനേക്കാൾ എല്ലാം വേറൊരു കാര്യം കൂടി ഉണ്ട്, ഡയബറ്റീസ് ഉള്ളവർക്ക് വായനാറ്റം ഉണ്ടാവും. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കീറ്റോൺ ബോഡീസ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് കീറ്റോൺ ആസിഡോസിസ് എന്നാണ് പറയുന്നത്. കീറ്റോൺ ബോഡീസ് ആസിഡാണ്. അപ്പോൾ കീറ്റോ ആസിഡോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡിൽ കൂടി ഇതുമാതിരി നടക്കും. എന്നിട്ട് ഇത് ഈ കീറ്റോൺ ബോഡീസിനെ ശ്വാസത്തിൽ കൂടെ ലങ്സ് വഴി എക്സ്പെൽ ചെയ്യും. എക്സ്പെൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക നാറ്റം ഉണ്ടാവും. ഇതും ആ നാറ്റമായിട്ട് തോന്നും. കാര്യം മൂക്കിൽ കൂടെ മാത്രമല്ല, വായിക്കൂടെ സംസാരിക്കുമ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.